കൃഷ്ണ, നീ എന്നെ അനുഗ്രഹിച്ചല്ലോ. എനിക്ക് അവാർഡ്. ഞാനിതിനൊക്കെ അർഹതയുള്ളവളാണോ കണ്ണ? നീ എനിക്ക് എന്തെല്ലാം വലിയ ഭാഗ്യങ്ങളാ തരുന്നത്. ആദ്യം നീ എനിക്ക് അഖിൽ സാറിനെ തന്നു, പിന്നെ ഇവിടെ ഉള്ളവരുടെ എല്ലാം സ്നേഹം വാങ്ങി തന്നു. ഇപ്പൊ ഇതാ എനിക്ക് അവാർഡ്. എനിക്കറിയാം ഇതൊക്കെ നീ എനിക്ക് തരുന്ന ദാനമാണെന്ന്. എന്റെ ഭഗവാനെ, നിനക്ക് നന്ദി. എന്താടോ ഈ സന്തോഷ വാർത്ത തന്റെ കണ്ണനോട് പറഞ്ഞു? എന്താ പറയണ്ടേ? പിന്നെ പറയണം. ഇതൊക്കെ കണ്ണന്റെ അനുഗ്രഹങ്ങളല്ലേ? ഏയ്, ഒരിക്കലുമില്ല. ഇതൊക്കെ ശ്യാമയുടെ കഴിവുകൾക്ക് ശ്യാമയ്ക്ക് കിട്ടിയ അംഗീകാരമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. താൻ വളരെ ടാലന്റഡ് ആണോ? തന്നെ കുറിച്ച് പറയുമ്പോ എനിക്ക് എന്ത് അഭിമാനമാണെന്നോ. അങ്ങനെ പറയരുത് സർ. ഒരു സാധാരണക്കാരന്റെ മകളാ ഞാൻ. അല്ല, ശ്യാമ അസാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ അസാധാരണക്കാരിയായ മകളാണ്. അച്ഛന്റെയും മകളുടെയും ഈ എളിമയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ വലിപ്പം. ശ്യാമ അവാർഡ് ഫംഗ്ഷന് പോണം. താൻ അവാർഡ് വാങ്ങുന്നത് എനിക്ക് കാണണം. പകരം ചോദിക്കുന്നത് മാരകായുധം കൊണ്ടല്ലെന്ന് പലർക്കും മനസ്സിലാക്കി കൊടുക്കണം. മാനം കെടുത്താൻ വന്നവർ നാണം കെട്ട് മാറി നിൽക്കുന്നത് എനിക്ക് കാണണം. എന്റെ കണ്ണുകൊണ്ട് കാണണം. ആ, അതിരിക്കട്ടെ, തന്റെ അച്ഛനെയമ്മയും കാണാൻ പോണ്ടേ? പോണം. അവരെ ഈ സന്തോഷ വാർത്ത അറിയിക്കണം. അവാർഡ് ഫംഗ്ഷന് അവരെ കൂടി ക്ഷണിക്കണം. നോക്ക്, മകൾക്ക് അവാർഡ് കിട്ടിയതിന്റെ തിളക്കം തനിക്ക് തന്റെ അച്ഛന്റെ അമ്മയുടെയും കണ്ണുകളിൽ നിന്ന് കാണണ്ടേ? കാണണം. എന്താ ശ്യാമേ, എന്താ പെട്ടെന്ന് തനിക്കൊരു മൂഡ് ഔട്ട്? ഇനി മൂഡ് സിങ്സ്? അല്ല, തനിക്ക് സ്ഥിരമുള്ളതാണോ? എന്താടോ പെട്ടെന്നെന്താ ടെൻഷൻ വരാനുള്ള കാരണം? പറയടോ. സർ, ഞാൻ അവാർഡ് വാങ്ങാൻ പോണെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ പോവാതെ. അവാർഡ് അവര് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ലല്ലോ. അല്ല, എന്താ അവാർഡ് അവിടെ പോയി വാങ്ങിയാലുള്ള കുഴപ്പം? വേറൊന്നല്ല സർ, ഇപ്പൊ ഉണ്ടായി നാണക്കേട്. ഓഹോ, അതാണോ? അത് നമ്മളായിട്ട് വരുത്തി വെച്ചല്ലോ, വന്നു ചേർന്നതല്ലേ. അത് അതേപോലെ തന്നെ അങ്ങ് മാറിപ്പോയിക്കോളും. എന്നാലും ആളുകളുടെയൊക്കെ മുന്നില് ഒന്നും പേടിക്കണ്ട ശ്യാമേ. ഇപ്പൊ തനിക്കുണ്ടായ ഈ നാണക്കേട് ഈ അവാർഡ് കിട്ടുന്നതോടെ മാറിക്കോളും. അതുകൊണ്ട് നാണക്കേടാണെന്ന് കരുതി പേടിച്ചിരിക്കാതെ ധൈര്യപൂർവ്വം ചെന്ന് അവാർഡ് വാങ്ങണം. അത് കാണുമ്പോ നിന്നെ ചെളിവാരി എറിഞ്ഞവരുടെ മുഖം അടച്ച് അടി കിട്ടിയതുപോലെ ആവും. അതുകൊണ്ട് അവാർഡ് വാങ്ങാൻ പോയേ പറ്റൂ. താനിങ്ങനെ ടെൻഷൻ ആവാതരോ. തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ താനും തോൽപ്പിക്കണം. അത് പകയും പ്രതികാരമൊന്നും അല്ലല്ലോ. നമ്മളെ ഉപദ്രവിച്ചതിന്റെ കൂലി കൊടുക്കുന്നതല്ലേ. എന്റെ ശ്യാമ, ഇങ്ങനെ ഒരു പാവം ആവരുത്. എനിക്കത് ഇഷ്ടമല്ല. ഈ ലോകത്ത് വെട്ടി ജയിച്ച് മുന്നോട്ട് പോയവർക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ. നമുക്ക് വെട്ടുകയും വേണ്ട, ആ വിധത്തിലുള്ള ഒരു നേട്ടവും വേണ്ട. പക്ഷേ നമ്മളെ വെട്ടാനും തോൽപ്പിക്കാനും വരുന്നവരോട് ഒരു കോംപ്രമൈസും വരുത്. കിട്ടുന്ന അവസരം വെച്ച് അവരോട് കണക്ക് ചോദിച്ചിരിക്കണം. തന്റെ കണ്ണ് നനയുന്നത് കണ്ട് തന്റെ കണ്ണൻ തരുന്ന അവാർഡ് ഇത്. പോയി സന്തോഷത്തോടെ അത് വാങ്ങി വരണം.
കൂടെ ഞാനും ഉണ്ടാവും. ശ്യാമേ, എടോ, താൻ വരില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ ശരിയാവുക? നമുക്ക് പോവാം. ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. പോരെ? നമുക്ക് പോവാം. ശരി. മമ്മി, മമ്മിയുടെ ഫോണിലിരുന്ന് ഇരിക്കുന്നു. നാലെടുക്ക്. അയ്യോ, എന്നെ പാമ്പ് വിഴുങ്ങി. എന്നെ ഈ പാമ്പ് വിഴുങ്ങി വിഴുങ്ങി നാശമാക്കി വെച്ചിരിക്കുക. ദേ, ഇപ്പൊ മമ്മിയെയും വിഴുങ്ങാൻ തുടങ്ങി. മമ്മി ദേ ഫോൺ അടിക്കുന്നുണ്ട്. നാശം. പാമ്പും കോണിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ഫോണ്. ഏത് നീർക്കോലിയാണോ എന്തോ. ആ, ഇവളായിരുന്നോ? ഹലോ ശ്യാമേ. മാഡം, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. എല്ലാരും ഫോൺ ചെയ്യുന്നതേ എന്തെങ്കിലുമൊക്കെ കാര്യം പറയാൻ വേണ്ടിയാ. നീ ഒരു കാര്യമോ 9 കാര്യമോ പറഞ്ഞോ? കേക്കാൻ ഞാൻ എന്റെ ചെവി തന്നാ പോരെ? പിന്നെ എന്തിനീ പിടിവാശി? നമുക്ക് പ്രശ്നങ്ങളില്ലാതെ സമാധാനത്തോടെ ജീവിക്കാം. വസുന്ധരയുടെയും മൗനം സമ്മത ലക്ഷണമാണ്. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് നാളെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം. ഞാൻ പറഞ്ഞത് തന്നെയാ. അതിന്ന് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ ഫംഗ്ഷന് വരില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും ആ ഫംഗ്ഷന് പോയാ തിരികെ വരുമ്പോ എന്താ സംഭവിക്കാന്ന് അപ്പോഴേ അറിയൂ. എന്തായാലും അതൊരു നല്ല വാർത്തയായിരിക്കില്ല. അമ്മേ, നിക്ക്. അമ്മയെ പോലെ തന്നെ അമ്മയുടെ ഈ മകനും ചില ഉറച്ച തീരുമാനങ്ങളുണ്ട്. ഈ ആകാശം ഇടിഞ്ഞു വീണാലും എന്റെ ശ്യാമ അവാർഡ് വാങ്ങുന്നത് കാണാനും അതിൽ പങ്കുചേർന്ന് സന്തോഷിക്കാനും ഞാൻ പോവും. ഇത് നട്ടല്ലോടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആനന്ദ് വർമ്മ എന്ന വലിയ മനുഷ്യന്റെ മകൻ അഖിൽ വർമ്മയുടെ തീരുമാനമാണ്. എന്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ലെങ്കിൽ വേണ്ട, പോട്ടെ. തന്റെ വീട്ടിൽ വിളിച്ചിട്ട് അവരോട് അവാർഡ് ഫംഗ്ഷന് വരാൻ പറ. എന്താ ശ്യാമേ, വിളിക്കുന്നില്ലേ? അല്ല സർ, ഇവിടുന്ന് ആരും വരാത്തപ്പോ എന്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വിളിക്കണോ? അതിനെന്താ കുഴപ്പം? ഇവിടുന്ന് ആരും വരാത്തത് നമ്മൾ വിളിക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഇത് അമ്മയുടെയും ഐശ്വര്യടുത്തിട്ടും വാശിയാണ്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. താൻ തന്റെ അച്ഛനെയും അമ്മയും വിളിക്ക്. അവര് വരാൻ കാത്തിരിക്കായിരിക്കും. വിളിക്ക്. ദൈവമേ, മോളാണല്ലോ. ഹോസ്പിറ്റലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്ത് പറയും? ആ മോളെ,
അച്ഛനത് എവിടെയാ? ഞാൻ വീട്ടില്. എന്താ മോളെ? അല്ല, അച്ഛൻ ഫോൺ എടുക്കാൻ താമസിച്ചോട് ചോദിച്ചതാ. അമ്മ എവിടെയാ? അമ്മ ഇവിടെ കണ്ടില്ല. എന്താ മോളെ? അച്ഛാ, നാളെ എനിക്ക് അവാർഡ് തരുന്ന ഫംഗ്ഷൻ. ഓ അത് നാളെയല്ലേ? അവിടുന്ന് ആരും ഫംഗ്ഷന് വരുന്നില്ല അച്ഛാ? മോളെ അതിപ്പം ഫംഗ്ഷൻ. എന്താ അച്ഛാ? മോളെ വരുവാണെങ്കിൽ എല്ലാരും കൂടെ വരണം. തൽക്കാലം അതിപ്പം നടക്കില്ല. മോളും അഖിമോനും കൂടെ പോയി അവാർഡ് വാങ്ങിച്ചു. ഞങ്ങളിവിടെ ഇരുന്ന് മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോള് വിഷമിക്കണ്ട. എന്റെ കുഞ്ഞിന് നല്ലതേ വരൂ. ശരി അച്ഛാ. എന്താ ശ്യാമേ? അവിടുന്നും ആരും വരില്ല. ശ്യാമേ, താൻ വിഷമിക്കണ്ട. നമുക്ക് ജോളിയായിട്ട് പോയി അവാർഡ് മേടിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാം. കൂൾ. അരുന്ധതി മാഡം, എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് താമസം മാറ്റിയോ? മാഡം, എന്റെ അപ്പു ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റാ. ഇപ്പോ ദേവിയത് എന്നോട് കാശ് ചോദിക്കരുത് എന്ന് വെച്ചാ എന്റെ കാശ് ഗോപി എന്നല്ലേ അർത്ഥം? അല്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും തന്നു തീർക്കാം മാഡം. ഏത് കാലത്ത്? എന്റെ ശവം അങ്ങ് പട്ടടയിലേക്ക് എടുക്കുമ്പോഴോ? ഭഗവാൻ ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല മാഡം. അത് ശരി. അപ്പോ ഭഗവാൻ ഒരു വഴി കാട്ടിത്തരണം. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ വഴിയൊന്നുമില്ല. ഞാനൊരു വഴി പറഞ്ഞു തരാം. ഭാര്യയുടെ കുറച്ച് അവലിടിച്ചു തരാൻ പറ. എന്നിട്ട് ആ അവൽ പൊതിയുമായി ഒരു ഓലക്കുടയും ചൂടി വാസുദേവ കുചേലൻ നേരെ ദ്വാരകയിലേക്ക് പോകും. കൃഷ്ണനെ കാണാൻ. കൃഷ്ണൻ എടുത്തു തരും കാശ്. കളിയാക്കുന്നതൊക്കെ ഈ അരുന്ധതിയുടെ ഒരു രീതിയാ. അതൊക്കെ പോട്ടെ, നിങ്ങൾ എനിക്ക് കാശ് തരാനുണ്ട്. അതിന്റെ പേരിൽ വളരെ മോശമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അരുന്ധതി ഹൃദയമുള്ളവളാ. റോസാപ്പൂ പോലത്തെ നനുത്ത ഒരു ഹൃദയം. ഞാൻ ഇപ്പൊ വിളിച്ചതേ നിങ്ങളെ സഹായിക്കാനാ. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഹൃദയം ദൈവം എനിക്ക് തന്നുപോയി. അത് തന്നെയാ എന്റെ ഒരു പരാജയവും. എന്താ വാസുദേവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. കാര്യം ഞാൻ നിങ്ങളെ കാണുമ്പോ വഴക്കൊക്കെ പറയുമെങ്കിലും നിങ്ങളുടെ ആ നനഞ്ഞ മോന്ത കാണുമ്പോഴേ എന്റെ കരളലിയും. മാഡം, ഞാനിപ്പോ ഒരു വല്ലാത്ത പ്രതിസന്ധിയില്ല. എനിക്കറിയാം. ആ ചെറുക്കന്റെ ഓപ്പറേഷന് ഒരു 3 ലക്ഷം രൂപ വേണം. അതല്ലേ? അതെ മാഡം. അച്ഛനും മോനും കൂടി വെടികൊണ്ട പന്നികളെ പോലെ കാശിനു വേണ്ടി പരക്കം പായുകയാണെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. അലിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയായതുകൊണ്ട് ആ കാശ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് മാഡത്തിന് ഞാൻ അങ്ങോട്ട് കാശില്ലായില്ലേ? ആ 10 ലക്ഷത്തിന്റെ കൂടെ ഒരു 3 ലക്ഷം കൂടി ഞാൻ വായ്ക്കരിയിട്ടേക്കാം. മൊത്തം 13 ലക്ഷം. മാഡത്തിന് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാ കേട്ടത്. ഓപ്പറേഷനോ? ശ്യാമേ, സാർ, എന്റെ അപ്പു.
ശ്യാമേ, ശ്യാമി ഇങ്ങനെ കരയാതെ. ഞാൻ ഉള്ള കാര്യം പറയാതെ മറച്ചു വെച്ച ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ ആകെ പ്രശ്നമാവും. അതാ ഇവിടെ വെച്ച് തന്നെ ഞാൻ സത്യം പറഞ്ഞത്. താനിങ്ങനെ വിഷമിക്കാതെ. ഏത് രോഗത്തിനും ചികിത്സയുണ്ട്. അപ്പൂനൊന്നും വരില്ല. അവന് ഈ ലോകത്ത് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വന്നാലും നമ്മൾ കൊണ്ടുപോകും. ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തുകയും ചെയ്യും. വാ, വേഗം റെഡിയാവും. ചെല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ, റെഡിയാവും. ക്യാഷ് ആവശ്യത്തിലധികം ഉണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏട്ടൻ എന്നെ വിളിച്ചാൽ മതി. ഓ, ഈ കടപ്പാടിന് ഞാൻ എങ്ങനെയാ മോനോട് നന്ദി പറയണ്ടേ? അച്ഛൻ എന്നോട് നന്ദി പറയൂ. ഇത് നേരത്തെ എന്നോട് പറയാതിരുന്നതിന്റെ ദേഷ്യം മാത്രമേ എനിക്ക് അച്ഛനോടുള്ളൂ. മോനെ, പറയാതിരുന്നത് എങ്ങനെ പറയൂന്ന് വിചാരിച്ച? പറയണം. പറയാതെ ഞാൻ എങ്ങനെ അറിയും? അച്ഛാ, ഇത് കടപ്പാടല്ല, എന്റെയും കൂടി ഉത്തരവാദിത്വമാണ്. അപ്പോ എന്റെ അനിയനല്ലേ? മോനെ, എന്റെ ദാരിദ്ര്യം കൊണ്ടും. ദാരിദ്ര്യം ഒരു കുറ്റമല്ല അച്ഛാ. അച്ഛന് പണത്തിന്റെ കാര്യത്തിൽ മാത്രമേ ദാരിദ്ര്യമുള്ളൂ. മറ്റു പല കാര്യങ്ങളിലും അച്ഛൻ സമ്പന്നനാ. ഞാൻ ഇത്തിരി കാശല്ലേ തരുന്നുള്ളൂ. അച്ഛൻ എനിക്ക് തന്നത് ഒരു നിധിയല്ലേ, ശ്യാമ എന്ന നിധി. അച്ഛൻ വിഷമിക്കരുത്. ഞാനും അച്ഛന്റെ ഒരു മകൻ തന്നെയാ. ആ ചൂണ്ട പൊട്ടിപ്പോയി അല്ലേ മമ്മി? അതവര് പൊട്ടിച്ചു. പക്ഷേ അരുന്ധതി അങ്ങനെ വിടുവോ അവരെ? എനിക്കറിയാം, ഒരു വാരിക്കുഴി തീർത്ത് അവളെയും കുടുംബത്തെയും വീഴ്ത്താൻ അവളുടെ കണ്ടകശനി ആരംഭിക്കുക. അരവിന്ദൻ ഇരിക്കും. അല്ല, ഇതാരാണ്? ഇതെന്റെ അനിയത്തിയുടെ ഭർത്താവാണോ ഡോക്ടർ? ഓ, ഡോക്ടർ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. അപ്പുവിന്റെ കാര്യത്തില് എന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ? അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നോർമലാണ്. അതുകൊണ്ട് പേടിക്കേണ്ടതൊന്നുമില്ല. ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും അപ്പുവിന് വേണ്ടി എത്ര ലക്ഷങ്ങൾ മുടക്കാനും ഞങ്ങൾ തയ്യാറാ. അവന് ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞാൻ പറഞ്ഞില്ലേ, അപ്പുവിനൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന്. ഓപ്പറേഷൻ എന്ന് നടത്താൻ പറ്റും ഡോക്ടർ? നമുക്ക് നാളെ തന്നെ നടത്താം. ടെൻഷനൊന്നും ആവണ്ട. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അല്ല, നാളെയല്ലേ ശ്യാമയുടെ അവാർഡ് ഫംഗ്ഷൻ? അതെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അഖിൽ സാറ് അപ്പുവിന്റെ ചികിത്സയ്ക്ക് പണം കൊടുത്ത സ്ഥിതിക്ക് അയാൾക്ക് ശ്യാമയോട് അത്രയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ അതിനർത്ഥം. ഇന്ന് ചികിത്സയ്ക്കുള്ള പണം, നാളെ നമുക്ക് തരാനുള്ള പണവും അഖിൽ സാർ തന്നെ തരില്ലേ? ഇന്നിപ്പോ പണം നിരസിച്ചു. ഇനി തരാനുള്ള പണം കൂടി തന്നാൽ എല്ലാം കുഴപ്പത്തിലാവും.
നമ്മളെ സ്വപ്നം കണ്ടതെല്ലാം വെറുതെ ആവുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ ഭാവി തീർന്നില്ലേ? എല്ലാം വെറുതെയായി പോവാൻ ഈ അരുന്ധതി സമ്മതിക്കില്ല. ഞാൻ 2 ചാട്ടം ചാടിയപ്പോ അവള് വിറച്ചുകൊണ്ട് പറഞ്ഞു വരാമെന്ന്. ഇവളെയൊക്കെ വിറപ്പിച്ച് നിർത്തണം മമ്മി. ശരിയാ മോളെ, അല്ലെങ്കിൽ അവള് നമ്മുടെ തോളിൽ കയറിയിരുന്ന് ചെവി കടിക്കും. എന്തായാലും പാടാൻ വരാൻ നമ്മള് സമ്മതിച്ചല്ലോ, സന്തോഷായി. വരുമല്ലോ, അല്ലെങ്കിൽ ഞാൻ വരുത്തുമല്ലോ. ഒടുവിൽ ഞാൻ ആ ബ്രഹ്മാസ്ത്രം എടുത്തങ്ങ് പ്രയോഗിച്ചു. അവള് അതിൽ കറങ്ങി വീണു. എന്തസ്ത്രം? ബ്രഹ്മാസ്ത്രം. അതൊടുവിൽ അർജുൻ അശ്വത്ഥമാവനിട്ട് പ്രയോഗിച്ചതാ. അല്ല മമ്മി, പുരാണമൊക്കെ എങ്ങനെയാ പഠിച്ചേ? അതൊക്കെ കുട്ടിക്കാലത്തെ എന്റെ മുത്തശ്ശി പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ അവൾ എന്നേക്കുമായി വരച്ച വരയിൽ നിന്ന് നിനക്ക് വേണ്ടി പാടും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു തരണേ കൃഷ്ണ. നീയല്ലേ എന്നെ എന്നും ഇതുപോലെ രക്ഷിച്ചിട്ടുള്ളത്. നീ തന്നെ എനിക്കൊരു മാർഗം കാട്ടിത്തരണേ. നാളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പുവിന്റെ ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ പോണോ, അതോ അവാർഡ് വാങ്ങിക്കാൻ പോണോ? ഇനി അതും അല്ലെങ്കിൽ വിസ്മയുടെ പ്രോഗ്രാമിൽ ചെല്ലണോ? രണ്ട് തുളസിയില്ല. അപ്പോ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന് പോകാനായിരിക്കും. അത് അവാർഡാ. എന്റെ കണ്ണ, നാളത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ഭഗവാനെ ഏൽപ്പിക്കുന്നു. കാത്തോളിനെ, എന്റെ അപ്പുനെ ഞാൻ അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ ഭഗവാൻ അവനെ കാത്തുകൊള്ളും, അതെനിക്കറിയാം. അവാർഡ്ദാന ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഈ വർഷത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അവാർഡ് ശ്രീമതി ശ്യാമയ്ക്കാണ്. ശ്യാമ അഖിൽ. 100 കണക്കിന് ആർട്ട് ഫിലിമുകളിൽ നിന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജസ് ഏറ്റവും നല്ല അഭിനേത്രിയായി ശ്യാമയെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ശ്യാമയും ശ്യാമയുടെ ഭർത്താവും വലിയ ബിസിനസ്സുകാരനുമായ അഖിൽ വർമ്മയും നമ്മോടൊപ്പം ഉണ്ട്. അവർ രണ്ടുപേർക്കും സ്വാഗതം. ശ്യാമ അഭിനയിച്ച അവാർഡിന് അർഹമായ പരസ്യ ചിത്രം ഇവിടെ ഒരിക്കൽ കൂടി പ്രദർശിപ്പിക്കുന്നതിനൊപ്പം
ഈ അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്യാമയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Please come. Please. പിന്നെ എന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ ഭർത്താവിന്റെ അച്ഛൻ, അമ്മ, അഖിൽ സാറിന്റെ കൂടപ്പിറപ്പുകളായ എന്റെ ഏട്ടന്മാര്, ഏട്ടത്തിമാര്, മുത്തശ്ശി, അപ്പച്ചി, എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. ഇതിലൊക്കെ ഉപരി ഒരു വിങ്ങലും വിതുമ്പലുമായി എന്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹക്കടലുകളായ എന്റെ അച്ഛനും അമ്മയും ഏട്ടനും അപ്പവും ഏട്ടത്തെയും അവരോടൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയാനാണ്? കൃഷ്ണ, എന്റെ കുഞ്ഞിനെ കാത്തോണേ. പിന്നെ വേറൊരാളോട് എനിക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട്. പക്ഷേ ആളിന്റെ പേര് ഞാൻ പ്രത്യേകം പറയില്ല. കാരണം മൂപ്പർക്ക് 1000 പേരുകളാ ഉള്ളത്. ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. സർഗശക്തിയുള്ളവർ ദൈവത്തിന്റെ തലോടൽ ഏറ്റു നിൽക്കുന്നവരാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. നീലാകാശത്തിന് എന്ത് ഭംഗിയാണ്! യദുകുലനാഥനായ കാർവർണന് എന്ത് സൗന്ദര്യമാണ്! അവാർഡ് ജേതാവായ നമ്മുടെ ശ്യാമയ്ക്ക് എന്ത് സൗന്ദര്യം! ആ മനസ്സിലുള്ള വിശുദ്ധിയും സൗന്ദര്യം തന്നെയാണ്. ആദരവോടെ, അതിലേറെ സ്നേഹത്തോടെ ഈ അവാർഡ് ശ്യാമയ്ക്ക് നൽകുന്നതിന് വേണ്ടി പ്രശസ്ത പരസ്യചിത്ര നിർമ്മാതാവ് പി രമാദേവിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
അഖിൽ സാറാണല്ലോ. എന്ത് ചെയ്യും? ശ്ശോ. അഖിൽ സാർ വീണ്ടും വിളിക്കുകയാണല്ലോ. സ്വിച്ച് ഓഫ് ആക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇവളെന്ത് നുണ പറഞ്ഞാലും അവൻ പിടിക്കും. ദൈവമേ, ഇവര് പഴുക്കിട്ട് അന്യോന്യം അടിച്ച് പിരിയണേ. എന്താ ഒന്നും പറയാത്തത്? എവിടെ പോയതായിരുന്നു? അത് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. അപ്പുവിന്റെ ഓപ്പറേഷൻ നടക്കുന്ന ഈ സമയത്ത് ഏത് ഫ്രണ്ടിനെ കാണാനാ? അത് എന്റെ ഒരു കൂട്ടുകാരി ആശ. അവള് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക. പെട്ടെന്ന് എനിക്ക് അവിടെ വരെ ഒന്ന് പോണായിരുന്നു. അവൾക്കും ഇതുപോലെ എന്തൊരു ഓപ്പറേഷൻ ആയിരുന്നു. ഞാൻ അവൾക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് ഓടിയതാ. അതാ അപ്പൊ ഒന്നും വ്യക്തമായിട്ട് പറയാതിരുന്നത്. അഖിലേ, അച്ഛനും അമ്മയും ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. വാ, അഖിലും കൂടി വാ, നമുക്കൊരു കോഫി കുടിക്കാം. അതെ, മഞ്ചാടിക്കുരു പോലത്തെ ഒരു 5 ഇഡലിയും 2 ഉഴുന്നുവടയും 1 ഉള്ളിവടയാ ഞാൻ കഴിച്ചത്. ഞാനും എന്നാ അവരുടെ കൂടെ പോയിട്ട് വരട്ടെ. ആ പിന്നെ അവന് സംശയം തോന്നിയിട്ടുണ്ട്. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ കള്ളത്തരം പറയുന്നവരോട് അവൻ ക്ഷമിക്കില്ല. ശ്യാമേ, തനിക്ക് പിന്നെയും ടെൻഷനാണോ? ഇനി ടെൻഷൻ എന്തിനാ? അപ്പുവിന് ബോധമൊക്കെ തെളിഞ്ഞില്ലേ? കുറച്ചു ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടന്നാൽ മതിയല്ലോ. അവന്റെ അസുഖം എല്ലാം മാറും. ശ്യാമേ, ഞാൻ തന്നോട് വീണ്ടും ചോദിക്കാം, ശരിക്കും താൻ എവിടെ പോയതാ? അവിടെ വെച്ച് വ്യക്തമായിട്ടൊന്നും പറയാതെയാ താൻ ഹോട്ടലിൽ പോയത്. സത്യം പറയ്, താൻ എവിടെ പോയതാ? സാർ, ഞാൻ പറഞ്ഞ സത്യ. എന്റെ കൂട്ടുകാരിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി തന്നെയാ ഞാൻ പോയത്. അവള് ഒരു ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. താൻ എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ എന്നോട് കള്ളം പറയുന്നത് എന്തിനാ, അല്ലേ? തുടരെ തുടരെ ഞാനത് തന്നോട് ചോദിച്ചെന്നെ തെറ്റായിപ്പോയി. സോറി. സാറിനോട് സോറി ഒന്നും പറയണ്ട. ദൈവമേ, ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്ന അഖിൽ സാറിനോട് കള്ളം പറയേണ്ടി വന്നല്ലോ. മർമ്മം നോക്കി ഒരു 3-4 പൂശ അങ്ങോട്ട് പൂശിയപ്പോ പ്രധാന ഗുണ്ട സത്യം പറഞ്ഞു. ഏട്ടത്തിയുടെ കൊട്ടേഷൻ പ്രകാരമാണ് ശ്യാമയെ വഴിയിലിട്ട് നാണം കെടുത്തിയെന്നും ആ LED-യിൽ ലൈവായിട്ട് പ്ലേ ചെയ്തതെന്നും ശ്യാമയെ കൂവിയതെന്നൊക്കെ അവരെന്നോട് തുറന്നു പറഞ്ഞു. എനിക്ക് ഐശ്വര്യടുത്തിയെ നേരത്തെ സംശയം ഉണ്ടായിരുന്നു.
പക്ഷേ വെറും സംശയം വെച്ച് എന്തേലും പറയുന്നത് ശരിയല്ലല്ലോ. എന്താ ഏടത്തില നാ പറഞ്ഞുപോയോ? ചോദിച്ചതിന് മറുപടിയില്ലേ? ഞാൻ ആർക്കും കൊട്ടേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ആ ഗുണ്ടകളെ ഒരിക്കൽ കൂടി പിടികൂടി ഏടത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അപ്പൊ ഏടത്തി നിഷേധിക്കോ? എന്തിനാ ഏടത്തി ശ്യാമയെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തു ഏടത്തിയോട്? എന്റെ ഏട്ടൻ എനിക്ക് പ്രാണനാ. അതുകൊണ്ട് ഞാനിത് ക്ഷമിക്കുന്നു. എന്റെ 2 ഏടത്തിമാരെയും ഞാൻ എന്റെ അമ്മയ്ക്ക് തുല്യമായിട്ട് കരുതുന്ന. എങ്കിലും സ്വന്തം ഭാര്യയെ തൊട്ട ഒരു ഭർത്താക്കന്മാരും അടങ്ങിയിരിക്കില്ല. ഇനി ഇത് ആവർത്തിച്ച ഞാൻ എല്ലാം എന്റെ ഏട്ടനോട് പറയും. ഓർമ്മയിരിക്കട്ടെ. ശരി. ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞേക്കാം. ഐശ്വര്യ ഇതിലുണ്ടെന്ന് വിഷ്ണു ഒരു കാരണവശാലും അറിയരുത്. കാരണം ജഗന്നാഥൻ ആനന്ദ നിലയത്തിന്റെ ശത്രുവാ. അത് ശരിയാ. ജഗനും മായയുമായിട്ട് ഐശ്വര്യക്ക് ബന്ധമുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോ എല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ ആനന്ദ നിലയത്തിലെ ശ്യാമയുടെ മരുമകളെ സ്ഥാനം ഉടനെ തന്നെ തെറിക്കും. എന്നാ പോവാമായ. ശരി. എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാൻ പോവാണോ കണ്ണ? ശ്യാമേ, താനെന്താ അവിടെ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഞാൻ പറയാം എന്താണ് സംഭവിച്ചത്. ശ്യാമ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോ പാത്രം കയ്യിൽ നിന്ന് താഴെ വീണു. ഇതല്ലേ സംഭവിച്ചത്? അതെ. അറിയാതെ വീണതല്ലേ. അതിന് താനെന്തിനാ ഇത്ര പേടിക്കുന്നത്? എന്തോ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നുണ്ട് സർ. ഇതൊരു സൂചനയാ. എന്തെങ്കിലും ആപത്തടുക്കുമ്പോ കണ്ണൻ ഇതുപോലെ എന്തെങ്കിലും സൂചന തരാറുണ്ട്. ശ്യാമേ, സർ എനിക്ക് പേടിയാവുന്നു. താനിങ്ങനെ ടെൻഷൻ ആവാതോ. ഭഗവാൻ തന്നെയല്ലേ തനിക്ക് സൂചന തന്നത്. ഭഗവാൻ തന്നെ രക്ഷിച്ചോളും. എന്താ തനിക്ക് വിശ്വാസമായില്ലേ? തന്റെ കണ്ണന്റെ കഥകളൊക്കെ ഞാനും കേട്ടിട്ടുള്ളതല്ലേ. പാവം ഗ്രാമീണരെ ഉപദ്രവിച്ച ആ കാളിയ സർപ്പത്തെ തുരത്തിയ ആളല്ലേ തന്റെ കണ്ണൻ. ആ കണ്ണൻ തന്നെ രക്ഷിക്കാതിരിക്കൂ? തന്റെ രാധയെ ഉപദ്രവിച്ചിട്ടാണ് കൃഷ്ണൻ കാളി എന്നെ തുരത്തിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ കഥയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്.
കാരണം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും അപകടം വന്നാൽ നമ്മൾ എങ്ങനെയും അവരെ രക്ഷിക്കാൻ നോക്കില്ലേ? ബി കൂൾ.